താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. കോഴി കട്ടവൻ്റെ തലയിൽ പൂട കാണും എന്നേ പറഞ്ഞുള്ളൂ. നമ്മുടെ വാഴക്കുല ചേച്ചി ഉറഞ്ഞു തുള്ളി, എൻ്റെ തലയിൽ പൂടയില്ല എന്ന്. കഷ്ടം. ഡോക്ടർ ചേച്ചി, അയ്യോ ഡോക്ടർ എന്നൊക്കെ വിളിക്കാവോ എന്തോ. അല്ല, വിഡ്ഢിത്തത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ചേച്ചിയല്ലേ. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? ഈ വഴിയേ പോയ വയ്യാവലി തലയിൽ വാങ്ങി ചുമന്ന് ക്ഷീണിച്ച് ചേച്ചി ഇപ്പൊ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ആയിന്ന AKG സെന്ററിലെ ഇടനാഴിയിലെ അടക്കം പറച്ചിൽ ഞാനല്ലോട്ടോ പറയുന്നത്. നീ വിഷമിക്കാണ്ടിരി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഈ ചേച്ചിയെ കുറിച്ച് പ്രൊഡക്ഷൻ കമ്പനി ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ കേരള രാഷ്ട്രീയത്തെ അരച്ചു കലക്കി കുടിച്ച, അതും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അരച്ചു കലക്കി കുടിച്ച രാഷ്ട്രീയ അഗ്രഗണ്യനായ VS അച്യുതാനന്ദനെ ഇന്നലെ മുളപൊട്ടിയ ഇത്തിക്കണ്ണിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം പോലും. ക്യാപിറ്റൽ പണിഷ്മെന്റ്, VSന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണം കൊണ്ട് ഒന്നും തീരുന്നില്ല എൻ്റെ കുട്ടിയെ. അതൊരു തുടക്കമാണ്. അതും VSനെ പോലുള്ള ഒരാളുടെ മണ്ടയ്ക്ക് കയറിയിട്ട് മുട്ടയെന്ന് വിരിയണതിന് മുമ്പ് പാർട്ടി ക്ലാസ്സുകളിൽ എന്നോ ചെവിയിലടിച്ച് കയറ്റിയ ആ വാക്ക് ചുമ്മാതല്ല കുട്ടിയെ. അത് എടുക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ളതാ. കുട്ടിക്കത് മനസ്സിലായില്ല എന്ന് ചുരുക്കം. അന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ മേഡം ഈ തുമ്മിയത് ആരുടെ പിൻബലത്തിലാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് അറിയാം. മാഡത്തിന് AKG സെന്ററിലെ അടുക്കളയിൽ സ്പൂണിൽ കോരിത്തന്ന വയറ് നിറച്ച് വിട്ടവർക്ക് ആശ്വസിക്കാം. VS ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നീട്ടിക്കുറുക്കി ചീറ്റി തുമ്മി നമ്മുടെ VS അച്യുതാനന്ദൻ അമലക്കുട്ടിക്ക് അങ്ങ് തന്നേനെ. പക്ഷെ ചേച്ചി, നിങ്ങളുടെ പ്രബന്ധത്തിന് നിങ്ങൾ കൊടുത്ത വൈലോപ്പള്ളിയുടെ വാഴക്കുല പോലുള്ള പഠനമല്ല ഇത് എന്നോർത്താ നന്ന്. ചാച്ചിക്ക് ഇതുപോലുള്ള ഡോക്ടറേറ്റ് ഇനിയും നേടേണ്ടതല്ലേ? അപ്പോ ഇതുപോലെ അമുൽക്കുട്ടിയായി പാർട്ടിയുടെ ആട്ടുതൊട്ടിലിൽ ഇങ്ങനെ ആടി ഉറങ്ങാൻ നമുക്ക്. പാൽക്കുപ്പി നുണയാം, താരാട്ട് പാടാൻ സഖാക്കൾ ഒരുപാടുണ്ടല്ലോ പിന്നിലെ. ഈ മാധ്യമ സൃഷ്ടി എന്നൊക്കെ പറയുന്ന ചേച്ചിയോട് ഒന്ന് ചോദിച്ചോട്ടെ. ചേച്ചി, ഈ വാഴക്കുല അത് മാധ്യമ സൃഷ്ടിയല്ലേ? ആണോ? ഡോക്ടർ ചിന്തിച്ച് കണ്ടെത്തിയ വൈലോപ്പള്ളിയുടെ വാഴക്കുല അതും മാധ്യമ സൃഷ്ടി ആയിരിക്കില്ലേ? അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഇസ്തിരിയിട്ട വാക്കുകൾ കൊണ്ട് പ്രാസക്കസർത്ത് നടത്തുന്ന ഡോക്ടർ കുട്ടി അന്ന് പറഞ്ഞതെന്താ? അയ്യോ അബദ്ധോ, എൻ്റെ പ്രബന്ധത്തിലോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അപ്പൊ മാഡം ഇത് മാഡത്തിൻ്റെ അല്ലേ? അല്ല, അത് അയ്യോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. സ്വന്തം പഠനം നടത്തി ഗവേഷണം നടത്തി തയ്യാറാക്കിയ പ്രബന്ധത്തിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിയുടെ വാഴക്കുല ആക്കിയ ഈ വിഡ്ഢിത്തം എഴുതി ഡോക്ടറേറ്റ് നേടിയ മഹതിയാണ് VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്താൻ ഏൽപ്പിച്ചത്. ഇത്തരത്തിൽ ഉണ്ടയില്ല വെടിപൊട്ടിക്കാൻ ഡോക്ടർ ചിന്താമാടത്തോളം മറ്റാർക്കും കേരളത്തിൽ കഴിയില്ല എന്നതുകൊണ്ടാണ് വടിവൊത്ത പ്രാസത്തിൽ പാർട്ടി സമ്മേളനത്തിൽ മാഡം അന്ന് കത്തിക്കയറിയത്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നവലിബറൽ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി തിരുത്തൽവാദപരമായ നീക്കങ്ങളെ തടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി പുതിയ കാലത്തിന്റെ മുന്നേറ്റത്തിന്റെ പാർട്ടിയുടെ വഴിയിലെ വിലങ്ങുതടിയായി വർത്തിക്കാൻ സാധ്യതയുള്ള VS അച്യുതാനന്ദന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തി ഒതുക്കണത്രേ. ഒഴിഞ്ഞു മാറി നിന്നാലും എന്നെ വെറുതെ വിടുകയല്ലോ എന്റെ തൃപ്പ കൊടുത്തപ്പ. മാഡത്തിന്റെ
വടിവൊത്ത പ്രാസത്തിലുള്ള സംഭാഷണ ശകലങ്ങളാണ്. അല്ല മാഡം, എന്നാലും ഈ സഖാവ് സുരേഷ് കുറുപ്പ് ഈ കൊടുംചതി ചെയ്യുമെന്ന് കരുതിയില്ല അല്ലേ? ശ്രീ സുരേഷ് കുറുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ലേഖനം എഴുതിയെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. VSന്റെ വിയോഗ സമയത്ത് ഇത് ഇങ്ങനെ ഉയർത്തേണ്ടതായിരുന്നില്ല എന്നാണ് മാഡം പറയുന്നത്. ഈ കുറുപ്പണ്ണൻ ചിന്തയുടെ പേര് പറഞ്ഞില്ലല്ലോ. പക്ഷേ അപ്പോഴേക്കും ചിന്ത ചേച്ചി ചാട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു കൊച്ചു പെൺകുട്ടി എന്നല്ലേ അന്ന് പറഞ്ഞത്? കൊച്ചു പെൺകുട്ടി ചിന്ത ജെറോ ഉടനെ മാധ്യമ സൃഷ്ടി എന്ന സ്ഥിരം പ്രത്യാക്രമണവുമായി വന്നത് എന്തിനാന്നാ മനസ്സിലാവാത്തത്? ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ പടരുന്നതിൽ നമ്മുടെ മാഡത്തിന് തീർത്താ തീരാത്ത സങ്കടം ഉണ്ട് ട്ടാ. അത് ശരി, അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? മാഡം ഇനിയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മറ്റെന്തെങ്കിലും സ്വാമിജിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിയുന്നുണ്ടോ മാഡം? വന്ന് നിങ്ങൾക്ക് എന്നെ തീരെ വിശ്വാസമില്ല അല്ലയോ? അപ്പോ സഖാവ് സുരേഷ് കുറുപ്പും പീരപ്പൻകോട് മുരളിയൊക്കെ കള്ളന്മാരാണല്ലേ മാഡം? സുരേഷ് കുറുപ്പ് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ അനുസ്മരണക്കുറിപ്പിൽ നമ്മളെ വാഴക്കൊല പോലെ എഴുതിയതല്ല മാഡം, കൃത്യതയോടെ എഴുതിയതായിരിക്കില്ലേ? പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ചർച്ചയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പരാമർശത്തിലോ ഒന്നും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. എന്നെ സംശയിക്കരുത്. ശ്രീ സുരേഷ് കുറുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ലേഖനം എഴുതിയെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. അറിയില്ല, ഞങ്ങൾക്കും ഒന്നും അറിയില്ല മാഡം. വാഴക്കുലയും അറിയില്ല, ചങ്ങമ്പുഴയെയും അറിയില്ല, വൈലോപ്പള്ളിയെയും അറിയില്ല, VS അച്യുതാനന്ദനെയും അറിയില്ല, ക്യാപിറ്റൽ പണിഷ്മെൻറ്റും അറിയില്ല, സുരേഷ് കുറുപ്പിനെയും അറിയില്ല, ചിന്ത ജെറോമിനെയും അറിയില്ല. പക്ഷേ ബ്ലിങ്ക് തുടരുട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുതേ.